ആഷിഖിൻ്റെ ഈ പടത്തിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഷിഖിൻ്റെ പടങ്ങളൊക്കെ മിക്കവാറും പല പല ജോണറിലുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമല്ലെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിൽ കണ്ടിട്ട്. സോ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പടം, ആ പുതിയൊരു എക്സ്പെരിമെൻറ്റിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നേക്കാളൊക്കെ ഉപരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ സീനിയേഴ്സായിരിക്കണം, തീർച്ചയായും അഭിനയത്തിലായാലും ടെക്നീഷ്യൻസ് ഉണ്ട്, അഭിനേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടിയേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം തോന്നി. എനിവേ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ എസ്പെഷ്യലി മൈ സൂസൻ ഒരുപാട് സന്തോഷം. പലരും വിളിക്കുമ്പോഴൊക്കെ ഇതിന്റെ ഹ്യൂമർ നന്നായിട്ട് വർക്കായിട്ട് ചിരിച്ചു. കേട്ടില്ല ചോദിച്ചു. ഷൂട്ട് ചെയ്തു, പകുതിയുള്ള കാരണം കൂടുതൽ ഭാഗ്യശാലി. ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശന അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഒക്കെ നൽകിയെങ്കിലും അല്ലേ, അവർ പണം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായിരുന്നു അത്? അത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തട്ട് എത്തിയതുമില്ല എന്നുള്ളൊരു അവസ്ഥ. അപ്പൊ അതില് സജീവൻ ചേട്ടന് വളരെയധികം വിഷമമുണ്ട്. അതെ, അപ്പോ സാരല്ല സജീവൻ ചേട്ടാ, നമുക്കത് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് എടുത്ത് അതെ നമുക്ക് ഇനിയും പോരല്ലേ, മതിയായിട്ടല്ലേ? അത് അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടില് ഓണത്തിനല്ലേ? വേട്ടമൃഗം രാപ്പാടി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എന്റെ മോനെ, അത് കറക്റ്റ് ശരിക്കുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. ആ പൊട്ടിച്ച് ഒരു മയത്തിലൊക്കെ തള്ളാവുന്ന എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ? സ്ത്രീ ക്യാരക്ടേഴ്സ് ഒരു മലയാള സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചന്നമന്നം വെടിവെക്കുന്നത് എന്ത് രസാന്നറിയോ? ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ച് 3 പേരെ ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സ് ആണ്. പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന ഭാവം അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടി എടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്ക ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല. അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കൂ, സോറി കന്നഡ ഡയറക്ടർ
നടേഷ് ഹെഗ്ഡെ. അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് നട്ടേഷ് സസ്പെൻസിലാണ് കളയുന്നത്. അവര് പടം കണ്ടു. അവർക്ക് വേണ്ടി നീ സംസാരിച്ചു കാണല്ലോ. അവര് സംസാരിച്ചോളൂ. പക്ഷെ അവരെ നമ്മളെ പരിചയമാണ്. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു പോയി. So thank you for having me. Sham said this is the first time in Malayalam film history a snipe shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. വിഷ്ണു അഗസ്ത്യ. ഞാൻ വിഷ്ണു അഗസ്ത്യ. അപ്പോ ഞാൻ ആർട്ടിക്സിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇല്ല, ഉണ്ണിമാങ്ക ഒന്നും പറയില്ല, പറഞ്ഞോ. അല്ല, എന്തെങ്കിലും ചോദിച്ചാ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കും. ഫൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഒരു നോർമൽ ഇത് ഒരു ക്ലബിനകത്ത് ഒരു ഗോഡ് ഫാദർ എന്ന നിലയിൽ ആ തോക്ക് വെച്ചൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ ചോദ്യമാണ് ഇതല്ലോ, അതായത് രാജേഷിന് തോക്ക് വെച്ചിട്ട് സീൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഏകദേശം ഒരു ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ ഒരു ടീം ചെയ്ത് ഫസ്റ്റ് മൈൻഡ് എടുത്തൊരു കാര്യം ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തേക്കാൾ കുറച്ചും കൂടെ റൈറ്റ്. ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട എനിക്ക് പേടിയാ, എന്താ പരിപാടികളെന്നൊക്കെ ഒന്നുകൂടെ ഒന്നും പറഞ്ഞില്ലേ. അപ്പം ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ മതി, ബാക്കി 50% ഞാനാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. എല്ലാവർക്കും നമസ്കാരം. ഒരു ക്ലാഷ് ഉണ്ട്. നിയാസ്ക പറയട്ടെ. പൊന്നൂസിന് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നത്. കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ താഴത്തെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയുമ്പോഴേ വിനീതാണ്. വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് അലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നിട്ട് ഇടുക്കി. സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്, പക്ഷെ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും ഈ മൂവി ഇത്രയും ഒരു ലെവലിൽ ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രിവൺസ് എഫേർട്ട്, ആക്ടേഴ്സിൻ്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതിൽ ആഷിഖ് കപൂറിൻ്റെ ക്യാമറയും ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത രീതിയും പിന്നെ ഷ്യാമും മറ്റുള്ളവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിൻ്റെയും ഡയലോഗ്സ് ഒക്കെ സൂപ്പർവായിരുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രിവെയർ ഇസ് സോ ഫാന്റാസ്റ്റിക്. എല്ലാവർക്കും ഈ പടത്തെക്കുറിച്ചൊരു ഹൈ എൻഡ് അഭിപ്രായമാണ്. ആൻഡ് വി ഹോപ്പ് ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദ ലെവൽ. ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് അസ്. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിൻ്റെ കൂടെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിന്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറക്കിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിനു മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു.
എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെ തീർക്കണം. താങ്ക് യു സോ മച്ച്. സെന്ന ഹെഗ്ഡെ, തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ. In my life, ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I had no aspiration. Even today, like കുറെ കഴിഞ്ഞിട്ടും നീ ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവണ്ടാവും. So I think the casting director called me. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് കോൾ വരാറുണ്ട്. എൻ്റെ സിനിമയിൽ കാസർഗോഡ് പോകാൻ ഞാൻ most of my movies are based there. So വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചതില്ല. So when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു പുള്ളി. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഇതിന്റെ മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രം പറഞ്ഞു. Then he started dropping names. അപ്പോഴാണ് then the greedy side of my mind started working. So basically I'm here because of greed. Because nobody wants to lose an opportunity to work with these names and the bigger names who are not on the stage today. So yeah, I mean, ഞാനൊരു 4 ദിവസത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചത് ഇവിടെ for the shoot. Yeah, so I met Vishnu will tell the story. ഫസ്റ്റ് ദിവസം വന്നിട്ട് സെന്ന ബ്രോ അതേപോലെ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട, നാളെ ആദ്യത്തെ ഷൂട്ട് വെച്ചിട്ട് മിക്കവാറും ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്നും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതും താൻ ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. പക്ഷെ പതുക്കെ അഭിനയിച്ച് വന്നപ്പോ ഫസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ കൊല്ലുന്നത് ഞാനാ. അതൊരു ആശ്വാസമായിരുന്നു. So yeah, so 4 ദിവസത്തേക്ക് വന്നതാ. I think I stayed because I was part of the entire family of. And I start with Suraj, then I finish with Kashyap. So and Suraj and me were the first friends. Namla അടുത്തടുത്ത room ആയിരുന്നു. So I was so nervous and it was his first time. So I told him take extra 5 push-ups for me. So that gives me extra confidence. So yeah, it's a wonderful opportunity and yeah, I'm really grateful. Thank you.